കൊച്ചി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വായന പക്ഷാചരണ സമാപനവും സമ്മാനദാനവും ഓച്ചന്തുരുത്ത് സാന്റാക്രൂസ് ഹൈസ്കൂളിൽ നടന്നു. ടോണി ചമണി MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എത്തിച്ചേർന്ന പ്രിയപ്പെട്ടവരെ, ഈ സ്കൂളിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ എല്ലാ താലൂക്ക് ലൈബ്രറി കൗൺസിലുകളുടെയും ആഭിമുഖ്യത്തിൽ കേരളത്തിലെ വായനാ ദിനം ഏറ്റവും സമുചിതമായി ആചരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലവും പറയുകയുണ്ടായി. ജൂൺ 19 ആരംഭിച്ച് ജൂലൈ 7 അവസാനിക്കുന്ന നിലയിലാണ് ഈ വായനാ പക്ഷാചരണം ക്രമപ്പെടുത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ജൂൺ 19 എന്ന തീയതി തെരഞ്ഞെടുത്തത് എന്ന ചരിത്രവും കൂടി വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് ഏറെ നന്നായി. കേരളം ഒരുപാട് മുന്നേറ്റങ്ങൾ കണ്ടിട്ടുള്ളൊരു നാടാണ്. ഒരുപാട് മൂവ്മെന്റ്സ്, ജാതിക്കെതിരെ, വർഗീയതക്കെതിരെ, സാക്ഷരതയ്ക്ക് വേണ്ടി അത്തരം ഒരു മൂവ്മെന്റിൽ, അത്തരം ഒരു മുന്നേറ്റത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രീ PN പണിക്കർ എന്ന മാന്യദേഹം മഹത് വ്യക്തിത്വം നടത്തിയിട്ടുള്ള ഒരു മുന്നേറ്റം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പ് തന്നെ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഗ്രന്ഥശാല സ്ഥാപിക്കുന്നതിൻ്റെതായ പ്രാധാന്യം അതൊരു പ്രവർത്തനത്തിലൂടെ തുടങ്ങി. പിന്നീട് അത് കേരള ഗ്രന്ഥശാല സംഘമായി മാറി. ഇത് സംസ്ഥാന ഗവൺമെന്റ് അത് ഏറ്റെടുത്ത് കേരള ലൈബ്രറി കൗൺസിൽ എന്ന നിലയിലേക്ക് സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായി അത് മാറുകയാണ്. വിവിധ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും MLA നൽകി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KS രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ KK ജോഷി, സ്കൂൾ PTA പ്രസിഡന്റ് കുര്യൻ തമ്പി, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം TR വിനോയ് കുമാർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി S സന്തോഷ് കുമാർ, വിദ്യാർത്ഥി പ്രതിനിധി ഹരിഹരൻ, പ്രധാനാധ്യാപകൻ KD ഷാജി, മലയാളം അധ്യാപിക എലിസബത്ത് VG തുടങ്ങിയവർ സംസാരിച്ചു.